ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എങ്ങനെയാണ് ഈ മാസവരി അടയ്ക്കുന്നത് പലർക്കും സംശയമുണ്ട്. അപ്പോൾ സംശയത്തിന് വേണ്ടി നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരാളുടെ മാസവരി അടയ്ക്കാൻ പോകണം. ഇത് ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ലിങ്കാണ് നമ്മുടെ ലിങ്ക് വരുന്നത്. അത് www.ataxi.pay@monthly. ജസ്റ്റ് ഞാൻ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇങ്ങനൊരു സാധനം വരും. നമ്മുടെ ഫോൺ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരാളുടെ ബിനോയ് ജോസ് എന്ന് പറഞ്ഞ ആളുടെ പൈസ അടയ്ക്കാൻ പോകുന്നു. ആളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ഫോൺ നമ്പർ അടിച്ചു. ജസ്റ്റ് ഫൈൻഡ് മൈ. ഇപ്പോൾ കണ്ട ഇദ്ദേഹം ഏപ്രിൽ മാസത്തിൽ അടച്ചിട്ടുണ്ട്, മെയ് മാസത്തിൽ അടച്ചിട്ടുണ്ട്, ജൂൺ മാസത്തിൽ അടച്ചിട്ടുണ്ട്. ഇനി അടയ്ക്കാനുള്ള ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഓഗസ്റ്റ് മാത്രം സെലക്ട് ചെയ്യാം. ഓക്കെ, സെപ്റ്റംബർ മാത്രം സെലക്ട് ചെയ്യാം. സെപ്റ്റംബർ 2 അങ്ങനെ നമുക്ക് എത്ര മാസമാണ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ താഴെ കണ്ടോ ഓരോ മാസത്തെയും വരും. നമ്മൾ വേണമെങ്കിൽ ഉണ്ടോ ഇവിടെ സീറല്ലേ കാണണേ. ഓഗസ്റ്റ് സെലക്ട് ചെയ്തു. ഈ 51, 30 കാണിക്കുന്നത് സർവീസ് ചാർജും കൂടി ചേർത്തിട്ടാണ്. സർവീസ് ചാർജ് ഉണ്ട്. ഇതിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചെയ്യുന്ന കമ്പനിക്ക് നമ്മൾ സർവീസ് ചാർജ് കൊടുക്കണം. അതിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 3 മാസത്തെ അടയ്ക്കാൻ പോകണം. ഓക്കെ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ മാസം ഞാൻ സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഈ പ്രൊസീഡ് ടു ചെക്കൗട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യാത്ത കൺഫേം കൊടുക്കുകയാണ്. നേരെ എൻ്റെ ഗൂഗിൾ പേയിലേക്ക് സാധനം വന്നു. ഞാൻ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യേണ്ടത് നിങ്ങൾക്കത് ബ്ലാക്കായിട്ട് കാണുള്ളൂ. സ്ക്രീൻ റെക്കോർഡില്ലാത്ത ബ്ലാക്കായിട്ട് കാണുള്ളൂ. ഞാൻ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പേയിൽ നമ്മൾ എല്ലാം ചെയ്ത് വയ്ക്കും. നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പേയ്മെൻ്റ് ആയിട്ടുണ്ട്. പേയ്മെൻ്റ് ആയ ശേഷം വീണ്ടും ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാവണ വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൺഫേം പേയ്മെൻറ്റ് വന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് എന്നിട്ട് ഒരിക്കലും ബാക്ക് അടിക്കരുത്. ഈ സാധനം പതുക്കെ പോകണം. ഉണ്ടോ, ഇതിങ്ങനെ വരണം. ഇതിങ്ങനെ വന്ന് ഇതിവിടെ ഈ സാധനം വരെ വന്ന് ഇവിടെ സക്സസ്ഫുൾ. ഇങ്ങനെ സക്സസ്ഫുൾ എന്ന് എഴുതി കാണിക്കുമ്പോൾ മാത്രമേ ബാക്ക് അടിക്കാൻ പാടുള്ളൂ. പക്ഷേ പലരും ഇവിടെ അതിന് മുമ്പേ ബാക്ക് അടിക്കുന്നതുകൊണ്ടാണ് ഇവിടെ പലരുടെയും മാർക്ക് ആവാത്തത്. ഇതിവിടെ മാർക്കായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഇവിടെ മാർക്കാവും. ഇങ്ങനെ പലരും ഇങ്ങനെ കാത്തു നിൽക്കാതെ ഏറ്റവും അവസാന നിമിഷം ബാക്ക് അടിക്കുന്നതുകൊണ്ടാണ് പലരുടെയും മാർക്കാവാത്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് വേണമെങ്കിൽ താഴെ ഡൗൺലോഡ് PDF അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് റെസിപ്റ്റ് കിട്ടും. അത് നമുക്ക് ഓപ്പൺ ചെയ്താൽ നമ്മുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്കാവുന്നതായിരിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇത് ആയത്.